വിശദമായ വാർത്തയിലേക്ക്. ഏജിസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഗുണ്ട ആക്രമണം. കുടുംബവുമായി പുറത്തിറങ്ങിയപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനായിരുന്നു വെട്ടി പരിക്കേൽപ്പിച്ചത്. പേട്ടയിൽ വെച്ചായിരുന്നു ആക്രമണം. Me and my friend, after taking dinner, we were going for a walk, and then two persons, they were residing there, and local persons are there. So they came and they tried to touch my wife and tried to grab him. Then my family responded and they came back in front of. There was some distance between us, and they came back and they told about this incident. Then I asked this person, why did you do this? Then he tried to hit me and he attacked on me with a sharp knife. And the knife, I grabbed that knife, and after that I handed over it to the police, and I called it police, and police came and they took me to the hospital. കൂടുതൽ വിവരങ്ങളുമായി VS അനു ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. അനു, ദൃശ്യങ്ങളിൽ കാണാൻ വളരെ ചെറിയ കുട്ടികൾ അവർക്കൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത്? അശ്വതി, അത് തന്നെയാണ് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവത്തിലാണ്. കാരണം ഈ ആക്രമണത്തിന് ഇരയായ ഏജിസ് ഓഫീസിലെ 2 ജീവനക്കാർ, അവരുടെ ഭാര്യമാർ, അവർക്കൊപ്പം 2 കുട്ടികൾ, അതായത് ഒരു കുട്ടിക്ക് 1.5 വയസ്സും മറ്റൊരു കുട്ടിക്ക് 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ കുട്ടികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പിന്നീട് ഈ തുടർന്ന് പോലീസുമായി കേസുമായി മുന്നോട്ട് പോകരുത് എന്ന് ഈ അക്രമി സംഘം ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നലെ ഏതാണ്ട് 8:30 സംഭവം. ഇത് തിരുവനന്തപുരം പേട്ട അമ്പലത്തുമുക്ക് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ്. ഏജിസ് ഓഫീസിലെ ജീവനക്കാരൻ രവി യാദവ്, ഭാര്യ മാധവി, അതുപോലെ തന്നെ മറ്റൊരു ജീവനക്കാരൻ ജഗത് സിംഗ്, അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ, ഈ 4 പേർ, അവർ 2 കുട്ടികൾക്കും നേരെ ആക്രമണം ഉണ്ടായത്. ഇത് ഈ സ്ത്രീകളെ ശല്യം ചെയ്തപ്പോൾ ഭർത്താക്കന്മാർ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഇരുവരെയും വെട്ടി പരിക്കേൽപ്പിച്ചത്. അല്പസമയം മുമ്പ് ഇവർ തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ മൊഴി വീണ്ടും നൽകും എന്ന് ആണ് ഈ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ സമയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരപ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ ആൾക്കാർ വളരെ കുറവാണ്. ഒരു 8:30 സമയത്താണ് നടന്നത് എന്നുള്ളതും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും 2 പേരാണ് ഈ ആക്രമണം നടത്തിയത്. ഇവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അശ്വതി. ശരി, VS അനു ആണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യ ആസൂത്രകനും കൊട്ടേഷൻ സംഘത്തലവനുമായ അർജുൻ ആയങ്കി കസ്റ്റംസ് കസ്റ്റഡിയിൽ. കൊച്ചി കസ്റ്റംസ് ആസ്ഥാനത്ത് 2 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അർജുനെ കസ്റ്റഡിയിൽ എടുത്തത്. വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അർജുന് സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കസ്റ്റംസ് കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം അർജുനെ പ്രതിയാക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലെന്ന് അഭിഭാഷകൻ PK റമീസ് പ്രതികരിച്ചു. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിലുള്ള സാഹചര്യം വരച്ചിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൂടുതൽ അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരാൾ സ്വർണം കടത്തുന്നതിൽ പിടിച്ചാൽ അയാളുടെ മൊഴി പ്രകാരം വേറൊരാളെ പ്രതിയാക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ അർജുൻ പങ്കാളിയാണെന്ന് അയാൾ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന് തക്കതായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ അവർക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇതിൽ അവർ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ജാമ്യ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അന്വേഷണമായിട്ട് സഹകരിക്കും. തീർച്ചയായിട്ടും അന്വേഷണമായിട്ട് സഹകരിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, അർജുൻ ആയങ്കി ഇപ്പോൾ എവിടെയാണുള്ളത്? അറസ്റ്റ് എപ്പോഴാകും രേഖപ്പെടുത്തുക? അശ്വതി, 10:45 മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. ഇത് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിട്ടപ്പോൾ അർജുനെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് അർജുൻ്റെ അഭിഭാഷകർ 2 പേരും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവർ പറയുന്നത് ഈ കസ്റ്റംസ് നിയമപ്രകാരമുള്ള 108 സ്റ്റേറ്റ്മെൻറ്റ് അർജുനിൽ നിന്നും എടുക്കുകയാണ് എന്നാണ്. പരോക്ഷമായി തന്നെ അറസ്റ്റിലേക്ക് ഈ കസ്റ്റംസ് നീങ്ങുന്നു എന്ന സൂചനകളാണ് അവരുടെ വാക്കുകളിൽ നിരീക്ഷിച്ചത്. കാരണം അറസ്റ്റ് ചെയ്താലും നിയമാനുസൃതമായുള്ള ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്ന് അവർ അറിയിപ്പ് നൽകി. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തോടുകൂടി ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഓൺലൈൻ ആയതിനാൽ ഈ കസ്റ്റംസ് മന്ദിരത്തിൽ നിന്നും പുറത്തേക്ക് അർജുനെ ഇറക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് നമ്മളോട് കസ്റ്റംസ് അധികൃതർ പറയുന്നത്. ഇപ്പോൾ കസ്റ്റംസിൻ്റെ പക്കൽ തന്നെയാണുള്ളത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 108 പ്രകാരമുള്ള ചോദ്യം ചെയ്യലും അത് സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തലുമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നേരത്തെ കോടതിയിൽ ഈ കസ്റ്റംസ്
കസ്റ്റംസ് അധികൃതർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ കേസിലെ മുഖ്യ കണ്ണിയാണ് അർജുൻ ആയെങ്കിൽ ഈ 40,000 രൂപ പ്രതിഫലം നൽകിയാണ് നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷഫീഖിനെ കൊണ്ട് സ്വർണം കടത്തിച്ചത്. ഈ കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സംഭവം നടന്ന, അതായത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 2.5 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്ത ദിവസം ഈ അർജുൻ ഈ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളും ഒപ്പം ഇലക്ട്രോണിക് തെളിവുകളും ലഭിച്ചതായാണ് കസ്റ്റംസ് അധികൃതർ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷഫീഖിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരത്തെ കസ്റ്റഡി അപേക്ഷ കസ്റ്റംസ് നൽകിയിരുന്നു. ഇത് 5 ദിവസത്തേക്ക് അനുവദിക്കുകയും ചെയ്തു. നാളെ മുഹമ്മദ് ഷഫീഖിനെയും കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അർജുനും മുഹമ്മദ് ഷഫീഖുമായി നാളെ ഇരുവരെയും ഇരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടക്കും. എന്തായാലും മലബാർ മേഖല കേന്ദ്രീകരിച്ച നടന്ന നിരവധി കള്ളക്കടത്തുകളുടെ തെളിവുകൾ ഇവരെ ചോദ്യം ചെയ്യലിന് ലഭിക്കും എന്നാണ് കസ്റ്റംസിന്റെ പ്രതീക്ഷ. അശ്വതി. ശരി, അർജുൻ ആയെങ്കിൽ കസ്റ്റംസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ഔദ്യോഗികമായ അറസ്റ്റ് വൈകുന്നേരത്തോടെ ഉണ്ടാകും. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിക്കും സംഘത്തിനും സഹകരണ ബാങ്കുകളിലെ സ്വർണ്ണ പരിശോധകരുമായി അടുത്ത ബന്ധമെന്ന് കസ്റ്റംസിന് സൂചന ലഭിച്ചു. സജേഷിനെ കൂടാതെ മറ്റൊരു സ്വർണ്ണ പരിശോധകനായ ഡിവൈഎഫ്ഐ നേതാവുമായി അർജുന്റെ ബന്ധം തെളിയിക്കുന്ന ഫോട്ടോകൾ പുറത്തുവന്നു. CPM ബന്ധമുള്ള സ്വർണ്ണ പരിശോധകർ കൊട്ടേഷൻ സംഘങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് MV ജയരാജൻ വ്യക്തമാക്കി. കണ്ണൂരിലെ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിലെ പരിശോധകരിൽ ചിലരുമായിട്ടാണ് അർജുൻ ആയങ്കി ഉൾപ്പെട്ട കൊട്ടേഷൻ സംഘത്തിന് അടുത്ത ബന്ധമുള്ളത്. അർജുൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയായ CPM പ്രവർത്തകൻ സജേഷ് കൊയ്യോട് സഹകരണ ബാങ്കിലെ സ്വർണ്ണ പരിശോധകനാണ്. ടൗൺ സഹകരണ ബാങ്കിലെ സ്വർണ്ണ പരിശോധകനായ DYFI നേതാവ് ശ്രീജേഷുമായും അർജുന് അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഫോട്ടോകൾ പുറത്തുവന്നു. ഇയാൾ DYFI സിറ്റി മേഖലാ സെക്രട്ടറിയും വെത്തിലപ്പള്ളി ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ്. സഹകരണ ബാങ്കുകൾ നിയമാനുസൃതമാണ് പ്രവർത്തിക്കുന്നതെന്നും അപ്രൈസർമാരെ കൊട്ടേഷൻ സംഘങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തട്ടെ എന്നും MV ജയരാജൻ പ്രതികരിച്ചു. ഇവര് തമ്മിൽ സുഹൃത്തുക്കളാണ്, അതെ, അടുത്ത ചങ്ങാതിമാരാണ്. അതെ, അത് പരിശോധിക്കണം. പരിശോധിച്ചിട്ട് കൊട്ടേഷനിൽ ഇവർക്ക് പങ്കുണ്ട്, കൊട്ടേഷൻ പരിപാടികളിൽ സഹായിച്ചു, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. അർജുൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമ സജേഷിനെയും വൈകാതെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂർ രാഷ്ട്രീയത്തിലേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഫേസ്ബുക്ക് കൂട്ടായ്മയായ PJ ആർമി പേരുമാറ്റി. റെഡ് ആർമി എന്നാണ് ഫേസ്ബുക്ക് പേജിന്റെ പുതിയ പേര്. P ജയരാജനെ അനുകൂലിക്കുന്നവരുടെ കൂട്ടായ്മയായ ഫേസ്ബുക്ക് പേജ് CPMന്റെ ഔദ്യോഗിക നിലപാടിനെ വിമർശിക്കുന്നതിലൂടെയാണ് ശ്രദ്ധാകേന്ദ്രമായത്. CPM പോരാളികളെ സംബന്ധിച്ചുള്ള വിവാദം സംസ്ഥാനത്ത് ചർച്ചയാകുമ്പോഴാണ് PJ ആർമി എന്ന ഫേസ്ബുക്ക് പേജിന്റെ പേര് മാറ്റം. റെഡ് ആർമിയും വ്യക്തിപൂജയോ ഇകഴ്ത്തലോ നടത്താൻ പാടില്ലെന്നാണ് പെരുമാറ്റം സംബന്ധിച്ച ചോദ്യത്തിന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ മറുപടി. വ്യക്തിപൂജയോ വ്യക്തി ഇകഴ്ത്തലോ ഇത് രണ്ടും അവർ നടത്തിയാലും അത് തെറ്റാണ്. വ്യക്തികളെ പൂജിക്കാനും പാടില്ല, വ്യക്തികളെ ഇകഴ്ത്താനും പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ CPIM രാഷ്ട്രീയ ആശയ പ്രചരണത്തിനാണ് ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. നവമാധ്യമങ്ങളെ വ്യക്തികളെ പുകഴ്ത്താനോ വ്യക്തികളെ ഇകഴ്ത്താനോ വേണ്ടിയുള്ള ഒന്നല്ലെന്ന് മാത്രമല്ല, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന CPIM പ്രവർത്തകന്മാർക്ക് കൊടുത്ത പൊതുമാർഗരേഖയിൽ പറയുന്നത് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുമ്പോൾ എതിരാളി അവരുടെ പേര് വെച്ച് ഒരു ഫേസ്ബുക്ക് പേജിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ പ്രതികരിച്ചാൽ ആ പേര് പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ പാടില്ല, മറിച്ച് ആശയത്തെയാണ് നമ്മൾ തുറന്നു കാട്ടേണ്ടത്. വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ MC ജോസഫൈനും പോലീസും ചേർന്ന് ലൈംഗിക പീഡന കേസ് അട്ടിമറിച്ചതായി ഒളിമ്പ്യൻ മയൂഖ ജോണി. കേസിലെ പ്രതി CC ജോൺസണിൽ നിന്ന് വധഭീഷണി ഉണ്ടായിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല. കേസിൽ തെളിവില്ലെന്നാണ് പോലീസ് ഭാഷ്യമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതായും മയൂഖ ആരോപിച്ചു. മയൂഖ ജോണിയുടെ സുഹൃത്താണ് പരാതിക്കാരി. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. മയൂഖ ജോണിയുടെ സുഹൃത്തും പരാതിക്കാരിയുമായ സ്ത്രീയെ അയൽക്കാരൻ കൂടിയായ വ്യവസായി CC ജോൺസൺ ബലാത്സംഗം ചെയ്യുകയും നഗ്ന ഫോട്ടോകൾ എടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. അപമാനം ഭയന്ന് അവർ അന്ന് പരാതി നൽകിയിരുന്നില്ല. എന്നാൽ ജോൺസൺ ഭീഷണി തുടർന്നു. 2018 വിവാഹിതയായ യുവതിയെ ഭർത്താവിന്റെ വീട്ടിലെത്തിയും ഭീഷണിപ്പെടുത്തി. പരാതിക്കാരിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് ജോൺസൺ ലഘുലേഖകളും അയൽക്കാർക്കിടയിൽ വിതരണം ചെയ്തതായി പറയുന്നു. തുടർന്നാണ് പരാതിക്കാരി പോലീസിൽ പരാതി നൽകിയത്. ഈ ഒരു മാറ്റർ എന്തിനാ നമ്മൾ മറച്ചു വെക്കണം? കാരണം
കുറ്റം ചെയ്തയാളാണ് തലകുനിച്ച് നടക്കേണ്ടത്, അല്ലാതെ അതിന് ഇരയായ ആളല്ല ഒരിക്കലും തലകുനിച്ച് നടക്കേണ്ടത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവിന്റെ പുറത്ത്, പോസിറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പുറത്ത് നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്തു. കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയെങ്കിലും ആളൂർ പോലീസ് തെളിവുകൾ ശേഖരിക്കാതെ കേസ് അട്ടിമറിക്കുന്നു. തൃശൂർ റൂറൽ SP പൂങ്കുഴലിയും പിന്തുണയ്ക്കുന്നില്ല. CC ജോൺസൺ അനുകൂലമായി MC ജോസഫൈൻ പോലീസിൽ ഇടപെട്ടു. ആദ്യം നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര പോസിറ്റീവ് ഒരു ഇതായിരുന്നു. പക്ഷെ വീണ്ടും നമ്മൾ ചെന്നപ്പം ഇത് പോലീസ് അന്വേഷിച്ചോളും, ഇത് പ്രതി എന്തുണ്ട് ഞങ്ങൾക്കറിയാം, നിങ്ങൾ പോലീസും അല്ല, നിങ്ങൾ പ്രതിയല്ല, നിങ്ങൾ പിന്നെ എന്തിനാ ഇതിന്റെ പുറകെ നടക്കണേ എന്നുള്ള ആറ്റിറ്റ്യൂഡായി. വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ജോസഫൈൻ പോലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. കാരണം അവരുടെ ഇവിടുന്ന് വരെ നമുക്ക് സ്റ്റേഷനിലോട്ട് ഫ്രഷ് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനു ശേഷമാണ് തന്റെ മൊഴിയെടുക്കാൻ ആളൂർ CI തയ്യാറായത്. തെളിവില്ല എന്നാണ് പോലീസ് പറയുന്നത്. കേസ് പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നും മയൂഖ ജോണി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 തൃശൂർ. സ്ത്രീധനം ആവശ്യപ്പെടുന്ന വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ പെൺകുട്ടികൾ തയ്യാറാകണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീധന നിരോധനത്തിൽ ജനങ്ങൾക്ക് അവബോധമുണ്ടാകണം. മോശം പ്രവണതകളെ തടയാൻ ശക്തമായ നിയമങ്ങളുണ്ടെന്നും കൊല്ലം നിലമേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഗവർണർ പറഞ്ഞു. The social welfare standards of Kerala, the health standards of Kerala. Kerala, everything I find, compared to many other places, Kerala is much better a place. But then, howsoever good or better you become, there are certain human weaknesses, certain evils, and this dowry is an evil. വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ശാസ്താംകോട്ട കോടതിയുടേതാണ് ഉത്തരവ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ details will be given out in the due course within a short span of time. But the other sector that we are talking about, like the way in which we did in the ECLGS, as we progress, we will evolve the needs. Depending on the needs which are coming out from the ground, we will keep changing that description and the coverage of the scheme. The next one is an additional 1.5 lakh crore for emergency credit guarantee scheme, which was launched last year after the Atmanirbhar package. Now that was up to 3 lakhs, if you remember, 3 lakh crores. And of that, through the ECLGS, before I go into this, the Hindi version of the, sorry about that. धन्यवाद माननीय वित्त मंत्री जी। जैसा आप सबको विदित है कि कोविड महामारी के चुनौतियां जो देश और दुनिया के सामने आई, पिछले वर्ष भी माननीय वित्त मंत्री जी ने 29 लाख करोड़ से ज़्यादा का आत्मनिर्भर पैकेज देश के सामने दिया था राहत के रूप में। एक बार फिर आर्थिक राहत का ये पैकेज जो है ये लेकर आपके बीच में आए हैं, जिनमें अलग अलग क्षेत्रों को इसमें सम्मिलित किया गया है। पहला एक क्षेत्र ऐसा है जहां पर स्वास्थ्य चिकित्सा की जब बात करते हैं तो इसका बहुत बड़ा महत्व है। इस सेक्टर के लिए कुल मिलाकर देखा जाए तो कोविड प्रभावित क्षेत्रों के लिए, सेक्टर्स के लिए 1,01,000 करोड़ रुपए की क्रेडिट गारंटी योजना लेकर आए हैं। और हेल्थ सेक्टर जो है विशेष तौर पर इस पर बल दिया गया, 50,000 करोड़ रुपए इसके लिए रखा गया है। और प्रमुखता से उन क्षेत्रों के लिए जहां पर स्वास्थ्य की सुविधाएं उस स्तर पर नहीं पहुंच पाई थी, अनडिजर्व्ड एरियाज जो थे, उनको मद्देनजर, उनको ध्यान में रखकर उस उद्देश्य के साथ कि चिकित्सा के आधारभूत ढांचे के विस्तारीकरण के लिए इस पैसे का इस्तेमाल किया जाएगा। और इसमें जो गारंटी कवर है वो उन प्रोजेक्ट्स के लिए जिसका विस्तारीकरण हो रहा है उनके लिए भी, जो नए प्रोजेक्ट्स हैं उनके लिए भी लेकर आए हैं, जिसमें स्वास्थ्य और चिकित्सा के आधारभूत ढांचे को बल मिलेगा।
लेकिन ये 8 महानगरों के अलावा जितने क्षेत्र हैं उसके लिए दिया जाएगा। इसमें गारंटी की कवरेज जो है वो 50% विस्तार वाले प्रोजेक्ट्स के लिए होगी और 75% नए प्रोजेक्ट्स के लिए होगी। जो आकांक्षी जिले हैं हमारे, उनमें भी गारंटी की कवरेज जो है वो 75% रहेगी, चाहे विस्तारीकरण के लिए हो या नए प्रोजेक्ट्स के लिए हो। तो एस्पिरेशनल डिस्ट्रिक्ट्स में 75% गारंटी कवर रहेगा, नए प्रोजेक्ट्स के लिए भी और विस्तारीकरण वाले प्रोजेक्ट्स के लिए भी। जबकि 8 महानगर के अलावा जो बाकी रह गए हैं उनमें विस्तार के लिए 50% और नए प्रोजेक्ट्स के लिए 75% गारंटी कवर रहेगा। मैक्सिमम ऋण इसमें 100 करोड़ तक का मिल पाएगा और गारंटी की अवधि 3 वर्ष तक की रहेगी। इंटरेस्ट रेट जो है इसको सीमा इसकी लगाई गई है 7.95%, जो मार्केट से बहुत कम भी है। और इसके अलावा इसकी गारंटी जो है वो नेशनल क्रेडिट गारंटी ट्रस्ट कंपनी देगी। जो बाकी के सेक्टर्स हैं, हेल्थ सेक्टर के अलावा, उनके लिए 60,000 करोड़ रुपए का इसमें प्रावधान किया गया है और उसमें इंटरेस्ट कैप जो है वो 8.25% सालाना रहेगी। इसकी जो डिटेल्स हैं आपको बाद में बता दी जाएंगी। और जो बगैर गारंटी के जो नॉर्मल इंटरेस्ट है वो लगभग 10 से 11% रहेगा। We now move to the additional 1.5 lakh crore for emergency credit guarantee scheme. You know, it was announced during the Atmanirbhar package announcements in May 2020. At that time, we had said it will be up to 3 lakh crores, of which 2.69 lakh crores have already been dispersed through the ECGLS 1, 2 and 3, in which, you know, first we covered the MSMEs, then we also included some other sectors, and the third one also brought in hospitality and others. And as a result of which 2.69 crores have already been utilized. The rest will also be available for people to utilize it. Now we are enlarging the scope of the ECGLS itself, where it was up to 3 lakh crore. Now we are bringing in another 1.5 lakh crore under the emergency credit line guarantee scheme. Now here, sector-wise details will be given sooner based on the evolving needs, and the overall cap for admissible guarantee has been raised to 4.5 lakh crores. पिछली बार भी इमरजेंसी क्रेडिट लाइन गारंटी स्कीम, जिसमें कुल मिलाकर 3 लाख करोड़ रुपए का प्रावधान किया गया था, ECLGS 1.0, 2.0, 3.0 के अंतर्गत बहुत सफल रही और कुल मिलाकर 2,69,000 करोड़ रुपया इसके माध्यम से व्यापारियों को, कारोबारियों को दिया गया। और ये 20% अतिरिक्त कार्यशील पूंजी थी पहले और दूसरे चरण के लिए, और तीसरे में तो 40% तक इसको किया गया था। और इसमें लगभग 12 प्राइवेट सेक्टर बैंक, 12 पब्लिक सेक्टर बैंक, 25 प्राइवेट सेक्टर बैंक और बाकी जो गैर वित्तीय कंपनीज हैं, NBFCs हैं, उनके माध्यम से इस पैसे को दिया गया। अब इसकी लिमिट जो है वो स्वीकार्य गारंटी की, उस पर भी जो अमाउंट प्रपोज्ड है, जो स्वीकृत है, उस पर उसको वृद्धि करने की बात कही गई है ताकि और लोगों को इसका लाभ मिल सके। जो 20% उनकी आउटस्टैंडिंग लोन लिमिट है, उस पर इसको प्रत्येक ऋण पर बकाया जो है उसके हिसाब से किया जाएगा। और सेक्टर वाइज जैसे इसकी आगे आगे मांग भी बढ़ेगी, उसको ध्यान में रखकर बाकी निर्णय किए जाएंगे उभरती हुई जरूरतों को देखकर। जो हमारे कॉन्टैक्ट इंटेंसिव सेक्टर्स हैं, ज्ञान क्षेत्र से संपर्क रखने वाले हैं, चाहे वो टूरिज्म, ट्रैवल, टूर ऑपरेटर्स, ये बाकी सब उसमें आते हैं, उसको इसमें ऑलरेडी कवर किया गया है। 4,000 करोड़ तक के उसको इसमें लाभ दिए गए हैं, उसको आगे भी इसको ऐसे ही जारी रखा जाएगा। ओवरऑल इसकी जो कैप है या सीमा है एडमिसिबल गारंटी, जो स्वीकार्य गारंटी की है, वो अब 3 लाख करोड़ से बढ़ाकर 4.5 लाख करोड़ कर दी है। 3 लाख करोड़ में यानी कि 50% की और वृद्धि करके 4.5 लाख करोड़ रुपया इसको किया गया है, जिससे बहुत ज्यादा लाभ कारोबार और व्यवसाय करने वालों को मिलेगा इमरजेंसी क्रेडिट लाइन गारंटी स्कीम के माध्यम से। The next one is a totally new scheme. This is a credit guarantee scheme to facilitate loans through the MFIs, microfinance institutions. We aim to reach out to 25 lakh persons who are absolutely smallest borrowers from the MFI, and this would be
a maximum loan of 1.25 lakhs to an individual, and the rate will be at least 2% below the maximum rate which is prescribed by the RBI. So the focus of this will be on new lending and not on repayment of old loans. Clearly, all kinds of stressed accounts can also benefit from it, and that is why we have mentioned that all defaulters also, so long as they are 89 days or less, meaning if the default is only within the 89 days, even they get covered, which means only the NPAs will not be covered, stressed will also be covered. Now, this entire scheme will be till 31st March 2020 or till such a time the 7,500 crores of guarantee which is getting issued is exhausted. Either this or that, whichever is the earliest. The guarantee which is being given is up to 75% of the default amount, and this duration is for 3 years. The loan duration is for 3 years. So we hope to cover 25 lakh, the smallest of small MFI clients, which means MFIs are normally widely spread in the hinterland, which is really the smallest, towns, very small towns, and therefore we want to reach out to them, and that is best done through the MFI, and that is why we've taken this route. So there will obviously be a joint lending group kind of a framework wherein the NBFC, which has a link with them, the MFI, will all be in the loop. But that is how we expect to reach the smallest of small borrowers. They could borrow it for any one of the purposes for which they would like to take money from the MFI. क्रेडिट गारंटी स्कीम ये बिल्कुल नई योजना आपके बीच में लेकर आए हैं, जिसमें इसमें क्रेडिट गारंटी स्कीम के माध्यम से 25 लाख लोगों को इसका लाभ मिलेगा और ये माइक्रो फाइनेंस इंस्टीट्यूशंस के माध्यम से इसको दिया जाएगा। 1.25 लाख रुपए तक का ऋण इसमें मिल सकता है और लगभग 25 लाख जो छोटे कर्जदाता हैं, उधारकर्ता हैं, उनको इसका लाभ मिलेगा। और इसकी जो कैपिंग की गई है ऋण की, वो लोन फ्रॉम बैंक्स, उसको कैप किया गया MCLR प्लस 2%, इससे ज़्यादा नहीं हो सकता। RBI की गाइडलाइंस जो निर्धारित हैं उसके अनुसार ही इंटरेस्ट रेट 2% कम होगा, मैक्सिमम प्रिस्क्राइब रेट से कम होगा, निर्धारित रेट से 2% कम होगा, तो इससे भी उधारकर्ताओं को लाभ मिलेगा। और इसकी जो समय अवधि है वो 3 वर्ष की होगी। मैक्सिमम लोन जो टेन्योर है इसका समय सीमा मैक्सिमम 3 वर्ष की होगी। और 80% सहायता जो है वो माइक्रो फाइनेंस इंस्टीट्यूशंस को वृद्धिशील उधार देने के लिए करनी पड़ेगी, इंक्रीमेंटल लेंडिंग के लिए करनी पड़ेगी, ये उसमें कहा गया है। और ये जो कर उधारकर्ताओं को दिया जाएगा ये बिल्कुल RBI गाइडलाइंस के अनुसार होगा। जैसे लेंडर्स के लिए जो गाइडलाइंस है, बोरोवर्स के लिए जो गाइडलाइन है JLG के अंतर्गत भी, और सीलिंग भी जो हाउस होल्ड पर है उसको भी इनकम, डेट और ये सारी बातें ध्यान में रखकर किया जाएगा। पात्र कौन हो सकते हैं ये एक बड़ा महत्वपूर्ण यहां पर है। योग्य लोग कौन होंगे, पात्र कौन होंगे? अगर कोई डिफॉल्टर भी जिसका 89 डेज तक, जिन्होंने अभी अपनी ब्याज की किस्त वापस नहीं की, डिफॉल्ट किया होगा, ऐसे उधारकर्ताओं को भी उसमें पात्र माना जा सकता है, उनको भी इसका लाभ मिलेगा। गारंटी इसमें 75% तक दी जाएगी और 3 वर्ष का उसके समय अवधि रहेगी। नेशनल क्रेडिट गारंटी ट्रस्ट के माध्यम से होगी और इसमें कोई गारंटी फी चार्ज नहीं की जाएगी। इसमें लगभग 7,500 करोड़ रुपया का प्रावधान होगा और 31 मार्च 2021 तक इसकी अवधि है, या 7500 करोड़ पहले इस्तेमाल हो जाए तब, या 31 मार्च 2022 तक इसका लाभ आप उठा सकते हैं। We move over to the fourth of the 8
relief packages that I mentioned. This pertains, and this is a totally new thing. We are trying to help revive tourism. We are extending financial support to more than 11,000 registered tourist guides, travel and tourism stakeholders. So this is a totally new one, as I said earlier. This scheme will cover about 10,700 regional level tourist guides who are recognized by Ministry of Tourism and tourist guides who are recognized by state governments. Travel and tourism stakeholders, which is literally the terminology used to talk about travel agents, I suppose, who are recognized by Ministry of Tourism, will also be covered here. What do they get? They get 100% guaranteed credit of 10 lakhs for the TTSs who are agents or travel agencies, and 1 lakh for tourist guides who are licensed either by the regional or the state level authorities. Now, what is this credit being given to? It's really a retail kind of a loan wherein they can take this credit for whatever purpose they would want to use it for, whether it is for buying a vehicle, whether it is for any other expenditure that they may want to have to incur. So there are no processing charges. The waiver, a complete waiver will be given for any foreclosures or prepayment, and this would be administered by the Tourism Ministry. And the fund for this, just to draw your attention, is also included in that first announcement that we made, that other sectors which get 60,000 crore guarantee, this will also be one of that. So this is to help revive or to help the tourist guides and tourist travel agencies survive the second wave. पर्यटन का क्षेत्र भारत में बहुत महत्वपूर्ण भी है, बहुत रोजगार भी, स्वरोजगार के अवसर भी उत्पन्न करता है, और इससे जुड़े हुए उद्योग को, पर्यटन को पुनर्जीवित करने के लिए एक बड़ा कदम ये नई योजना के माध्यम से उठाया गया है, जिसमें वित्तीय सहायता 11,000 से ज़्यादा ऐसे टूरिस्ट गाइड्स और ट्रैवल और टूरिज्म के जुड़े हुए जो बाकी स्टेक होल्डर्स हैं उनके लिए किया गया है। ये बिल्कुल नई लोन गारंटी स्कीम है जो कोविड से प्रभावित क्षेत्र हैं उसको मददगार साबित होगी। इसमें कार्यशील पूंजी भी आपको मिलेगी, व्यक्तिगत ऋण अगर आपने लिए होंगे उसके लिए भी आपको लाभ मिलेगा, और इससे जो पर्यटन सेक्टर से प्रभावित लोग हैं वो अपने देनदारी का निर्वहन कर सकें, उस दृष्टि से इस योजना को लाया गया है। वो अपना वापस व्यापार या व्यवसाय शुरू कर सकें, उस दृष्टि से इसको लाया गया है, या कोई नया कारोबार भी शुरू करना चाहे तो उस दृष्टि से उसकी मदद करेगा। इसमें कुल मिलाकर 10,700 जो हमारे क्षेत्रीय स्तर पर टूरिस्ट गाइड्स जो हमारे मिनिस्ट्री ऑफ टूरिज्म ने रिकॉग्नाइज कर रखे हैं, राज्यों में भी उनको इसका लाभ मिलेगा, राज्यों की सरकारों ने भी जिनको रिकॉग्नाइज किया है, और जो ट्रैवल एंड टूरिज्म स्टेक होल्डर्स हैं जो लगभग 904 हैं उनको भी इसका लाभ मिलेगा। कितना लाभ मिलेगा? 100% गारंटी इसकी हमारी तरफ से दी जा रही है, और इसमें 10 लाख रुपया जो हमारा ट्रैवल एंड टूरिज्म स्टेक होल्डर है उनको मिलेगा, प्रति एजेंसी को इतना उसको मिल सकता है, और 1 लाख रुपया टूरिस्ट गाइड्स जो लाइसेंस्ड है, जिनको लाइसेंस प्राप्त है या क्षेत्रीय या फिर राज्य के स्तर पर जिनको रिकॉग्नाइज किया गया उनको होगा। इनको ना तो कोई प्रोसेसिंग चार्जेस देने पड़ेंगे, और फोरक्लोजर के लिए भी इनके लिए या पूर्व भुगतान करने के लिए भी जो शुल्क होता है उससे भी इनको छूट दी गई है, और जो अतिरिक्त कोलेट्रल इनको देनी पड़ती है उसकी भी आवश्यकता इस पर नहीं होगी। तो इस तरह से बड़ी मदद उसके टूरिज्म क्षेत्र के लिए यहां से भी होने वाली है। The next one also pertains to tourism sector. For the visas which are, once we start visa issuance again, the first 5 lakh tourist visas will be issued totally free of charge. This will benefit for any tourist only once.
The scheme will be applicable till 31st March 2022 or till the first 5 lakh of visas get covered. In other words, till 31st March 2022 or till the first 5 lakh tourist visas are issued, everyone gets free tourist visa. Beyond that, of course, the usual regular charges will apply. So this, I think, will have a great incentivizing impact on those short-term tourists who come in for just with a 1 month visa. विदेशी पर्यटकों के लिए जैसे ही वीज़ा की अनुमति मिलनी शुरू होगी, पर्यटन क्षेत्र को लाभ मिले, उसमें पहले 5 लाख जो टूरिस्ट हिंदुस्तान आएंगे या वो छुट्टी मनाने आ सकते हैं, व्यवसाय करने आ सकते हैं, जिस दृष्टि से भी उनको आना होगा, पहले 5 लाख टूरिस्ट जो हिंदुस्तान के अंदर आएंगे उनको वीज़ा शुल्क नहीं देना पड़ेगा। 2019 में लगभग 1,93,00,000 विदेशी पर्यटक भारत आए, जिन्होंने कुल मिलाकर 2,23,390 करोड़ खर्च किया। ये चाहे अवकाश पर आए हों, व्यवसाय करने आए हों। औसतन जो टूरिस्ट आता है, विदेशी पर्यटक यहां पर आता है, वो 21 दिन औसतन भारत में रुकता है। प्रतिदिन औसतन वो लगभग 2400 रुपये खर्च करता है। इसके अलावा ये जो वीज़ा की अवधि है, जैसे इसको हम वापस शुरू करेंगे, वीज़ा जारी करना शुरू करेंगे, या तो पहले 5 लाख टूरिस्ट को इसको वीज़ा शुल्क माफ़ किया जाएगा और इसका वो लाभ उठा सकते हैं, लेकिन एक टूरिस्ट जो है, एक पर्यटक जो है, उसको एक बार ही इसका लाभ मिलेगा, बार बार नहीं। उसको कैप किया गया उस तरह से। और ये स्कीम 31 मार्च 2022 तक रहेगी, या पहले 5 लाख जब वीज़ा मिल जाएंगे उसके बाद इसको बंद कर दिया जाएगा, या 31 मार्च 2022 तक इसको जारी रखा जाएगा। इसका कुल वित्तीय जो प्रभाव होगा वो लगभग 100 करोड़। The next item relates to extension of the Atmanirbhar Bharat Rozgar Yojana. You would remember that in October last year, we had announced that to incentivize employers for creation of jobs or to restore the lost employment, which is registered under the EPFO, we had extended a scheme wherein we estimated about 58.50 lakh of beneficiaries would be taken in and they would get this benefit. And who are the beneficiaries? Those who draw a salary much lesser than 15,000 or lesser per month, and both in that case for such employers and employees wherein the establishment had less than 1,000 employees, the total of 24% of wages will be paid by the government, meaning the employer's share and the employee's share. Whereas if the unit had more than 1,000 employees, again for all those who had 15,000 rupees per month salary, 12% of the wages, which is the employee's contribution alone, will be paid by the government. Now, as it is, since October till today, till not today so much, 18th of June, about 21.42 lakh beneficiaries have benefited, and they are spread around 79,577 establishments. So this scheme now, which was valid till 30th June 2021, which is in another few days it was to get over, we are extending this scheme till 31st March 2022. आत्मनिर्भर भारत रोजगार योजना, जिसको पिछले वर्ष 1 अक्टूबर 2020 को लॉन्च किया गया था, ये एक प्रोत्साहित करने के लिए एक योजना लाए थे कि एक तो नए रोजगार का सृजन हो और जिनका रोजगार चला गया उनको वापस रोजगार देने के लिए उनको अवसर मिले। इसका कुल मिलाकर जो आउटले रखा गया था वो 22,810 करोड़ था। 58.50 लाख इसके कुल बेनिफिशरीज थे जिनको इसका लाभ मिला, और इसकी लास्ट डेट ऑफ रजिस्ट्रेशन जो थी वो 30 जून 2021 था। इसमें जो सब्सिडी
उपलब्ध करवाई गई 2 साल के लिए। नए एम्प्लॉयज़ की काम करने वालों के लिए मंथली वेज जिनका 1 महीने की तनख्वाह 15,000 से कम हो, उसको इसके लिए लिया गया था। अगर आप कुल मिलाकर देखेंगे तो उस पर नौकरी देने वाले का और नौकरी करने वाले का जो शेयर होता है, उसका हिस्सा होता है 24% होता है। और इसमें तय किया गया था कि जिस कंपनी के 1,000 तक के एम्प्लॉयज़ हैं, उनका नौकरी देने वाले का और नौकरी करने वाले का दोनों का 24% शेयर जो है वो हम करेंगे। और इसके अलावा जो 1,000 से ज़्यादा के जहाँ पर एम्प्लॉयज़ हैं, जहाँ पर काम करने वाले 1,000 से ज़्यादा हैं, वहाँ पर नौकरी करने वाले का 12% शेयर जो है उसको हमारे द्वारा वहन किया जाएगा। इसमें कुल मिलाकर 902 करोड़ रुपए अब तक दिए जा चुके हैं। 21.42 लाख लोगों को इसका लाभ मिला है और 79,577 ऐसी संस्थाएं हैं जिनको इसका लाभ 18/6/2021 तक मिला। अब इस योजना को आगे एक्सटेंड किया गया है, आगे इसको बढ़ाया गया है। 30 जून 2021 से बढ़ाकर 31 मार्च 2022 तक इसकी समय अवधि की गई है। The 7th of the 8 announcements on the relief, economic relief, pertains to something which was announced probably just a couple of days ago, that an additional amount of 14,775 crores, 14,775 crores is being provided for nutrient-based subsidy for the farmers. In fact, some of you all in the media have covered that the record procurement of wheat has happened this Rabi marketing season. 432.48 lakh metric tons have been procured, which is compared to the previous Rabi marketing season, it was only 389.92 lakhs. This increase has happened even despite the pandemic. 85,413 crores have been directly paid into the farmers' accounts. 85,413 crores, and this is for the Rabi marketing season only. Now, the existing NBS subsidy is up to about 27,500 crores. We have now increased it to 42,275 crores, which means an addition of 14,775 crores have been provided. The breakup of that is available. We will share it with you. But the additional amount is 14,775 crores. I'm not announcing it for the first time today, but the money which is being released now, and that is 14,775 crores. कृषि के क्षेत्र में रबी विपणन सीजन 2020-21 में जहां 399.92 लाख मीट्रिक टन खरीद हुई थी, उसके मुकाबले 2021-22 में रिकॉर्ड रबी विपणन की खरीद हुई। सीजन अगर देखा जाए, रबी विपणन सीजन को देखा जाए तो उसमें 432.48 लाख मीट्रिक टन गेहूं की रिकॉर्ड खरीद हुई है। यह अपने आप में दिखाता है कि 2020-21 में 389.92 लाख 399.92 लाख खरीद हुई थी, 399.92 लाख मीट्रिक टन खरीद हुई थी 2020-21 में। तो 21-22 में गेहूं की रिकॉर्ഡ് खरीद 432.48 लाख മെട്രിക് ടൺ. കോവിഡ് പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര ഇടപെടലുണ്ടായിരിക്കുന്ന പുതിയ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വാർത്തയിലേക്ക്. അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ നടപടികൾക്കെതിരെ ലക്ഷദ്വീപിൽ ഓലമടൽ സമരം. തെങ്ങിൽ നിന്ന് വീഴുന്ന ഓല കൂട്ടിയിട്ടാൽ പിഴ ഈടാക്കാനുള്ള ഉത്തരവിനെതിരെയായിരുന്നു വേറിട്ട പ്രതിഷേധം. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ കൂടുതൽ ദ്വീപുകളിൽ നോട്ടീസ് നൽകുമെന്നും റിപ്പോർട്ടുണ്ട്. സേവ് ലക്ഷദ്വീപ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മുതൽ 11 മണി വരെയായിരുന്നു സമരം.
സ്വന്തം പറമ്പിലെ തെങ്ങിൽ നിന്നുള്ള ഓലയും മടലും കൂട്ടിയിട്ട് അതിനു മുകളിലിരുന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ചവർ സംസ്കരണത്തിന് സംവിധാനം ഒരുക്കണമെന്നും പിഴ ഈടാക്കുന്നത് നിർത്തണമെന്നുമുള്ള ആവശ്യങ്ങൾ ഉയർത്തിയാണ് എല്ലാ ദ്വീപുകളിലും ഒരേ സമയം സമരം നടത്തിയത്. ഓലമടൽ കത്തിക്കരുതെന്നും റോഡിലിറങ്ങി സമരം നടത്തരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനിടെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ കൂടുതൽ ദ്വീപുകളിൽ ഇന്ന് നോട്ടീസ് നൽകിയേക്കും. തീരത്തുനിന്ന് 20 മീറ്റർ ദൂരപരിധി പാലിക്കാത്ത 100-ലധികം പേരുടെ കെട്ടിടങ്ങൾക്ക് നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കവരത്തിയിലെയും സുഹേലി ദ്വീപിലെയും കെട്ടിടങ്ങൾക്കാണ് നോട്ടീസ്. ഈ നിർമ്മാണങ്ങളെല്ലാം 1965-ലെ ലാൻഡ് റവന്യൂ ടെനൻസി റെഗുലേഷൻ വകുപ്പിന്റെ ലംഘനമാണെന്നും നിയമത്തിന് വിരുദ്ധമായി ഇതര ആവശ്യങ്ങൾക്കായി ഭൂമി ഉപയോഗിക്കുന്നുവെന്നുമാണ് നോട്ടീസിലെ ആക്ഷേപം. ന്യൂസ് 18 കൊച്ചി. ജമ്മു വ്യോമ കേന്ദ്രത്തിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതം. ദേശീയ അന്വേഷണ ഏജൻസിയും NST പ്രത്യേക സംഘവും കേസ് അന്വേഷിക്കും. ജമ്മു പോലീസ് UAPA 16-18 വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത FIR-ൽ ആസൂത്രിത സ്ഫോടനമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കശ്മീരിലെ പുൽവാമ ഹരിപരിഗമിയിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറെയും കുടുംബത്തെയും ഭീകരർ വെടിവെച്ചു കൊലപ്പെടുത്തി. ജമ്മു വ്യോമകേന്ദ്രത്തിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും NSG പ്രത്യേക സംഘവും അന്വേഷണം നടത്തും. സ്ഫോടനത്തിന് 2 ഡ്രോണുകൾ ഉപയോഗിച്ചതായാണ് വിവരം. 2 കിലോ വീതം സ്ഫോടക വസ്തുക്കൾ ഈ ഡ്രോണുകൾ വഴി ആക്രമണത്തിന് ഉപയോഗിച്ചു. 100 മീറ്റർ ഉയരത്തിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ ഇട്ടതെന്നാണ് റിപ്പോർട്ട്. RDX ഉപയോഗിച്ച് 6 മിനിറ്റുകളുടെ ഇടവേളകളിൽ സ്ഫോടനം നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ജമ്മു പോലീസ് UAPA 16-18 വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആസൂത്രിത സ്ഫോടനമെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം പുലർച്ചെ 3 മണിയോടെ ജമ്മുവിലെ സൈനിക താവളത്തിനടുത്ത് വീണ്ടും ഡ്രോൺ കണ്ടതായും റിപ്പോർട്ടുണ്ട്. സൈനികർ വെടിയുതിർത്തതോടെ കാണാതായി. ആക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്തെ സേനാ താവളങ്ങളിലെ സുരക്ഷ ശക്തമാക്കി. ജമ്മു കാശ്മീരിലെ പുൽവാമ ഹരിപരിഗമയിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറെയും കുടുംബത്തെയും ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തി. സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഫയാസ് അഹമ്മദും ഭാര്യ രാജ ബീഗവും മകൾ റാഫിയയുമാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. ഭീകരവാദവും വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തതയുമാണ് ജമ്മുകാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാൻ കാരണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രദേശത്ത് തീവ്രവാദ പ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 63 അടിസ്ഥാന വികസന പദ്ധതികൾ മന്ത്രി ലഡാക്കിൽ ഉദ്ഘാടനം ചെയ്തു. ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചത്. ലഡാക്കിലെ ജനങ്ങളുമായും പ്രധാനമന്ത്രി സംവദിക്കുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കൈറ്റ് വഴി സ്കൂളുകളിൽ വിതരണം ചെയ്ത കമ്പ്യൂട്ടറുകൾ തിരിച്ചെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് പഠനോപകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 1 ലക്ഷം പുതിയ കമ്പ്യൂട്ടറുകളാണ് തിരിച്ചെടുക്കുക. കൂടുതൽ വിവരങ്ങളുമായി SS ശരൺ ചേരുന്നു. ശരൺ, ഈ തിരിച്ചെടുക്കുന്ന കമ്പ്യൂട്ടറുകൾ ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് നൽകാനാണോ പദ്ധതി? അശ്വതി, തീർച്ചയായിട്ടും. അതായത് സംസ്ഥാനത്ത് നിരവധി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഈ ഉന്നതതല യോഗത്തിൽ ആദിവാസി മേഖലകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികളിലേക്ക് കടക്കാനും തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കൈറ്റ് വഴി സ്കൂളുകൾക്ക് വിതരണം ചെയ്ത കമ്പ്യൂട്ടറുകൾ തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. നേരത്തെ ഈ സ്കൂളുകളിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തിരുന്നത്. അത്തരത്തിൽ വിതരണം ചെയ്ത 1 ലക്ഷത്തോളം കമ്പ്യൂട്ടറുകൾ തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആദിവാസി മേഖലകളിൽ എത്തിക്കുകയും അവിടെ കുട്ടികൾക്ക് പഠനോപകരണം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഏതായാലും ഈ കമ്പ്യൂട്ടറുകൾ അവിടെ എത്തിക്കുന്നതിന് ഒപ്പം തന്നെ ഈ നെറ്റ് കണക്ടിവിറ്റി അടക്കം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ ഈ സർവീസ് പ്രൊവൈഡർമാരുടെ യോഗം വിളിക്കുകയും അതിനുശേഷം ആദിവാസി മേഖലയിൽ നെറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു. ഏതായാലും ഈ നടപടികളും ഇപ്പോൾ തുടരുകയാണ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 18 മുതൽ 45 വരെയുള്ള എല്ലാവർക്കും മുൻഗണനാ വിഭാഗം എന്ന വ്യത്യാസമില്ലാതെ വാക്സിൻ നൽകാൻ തീരുമാനം. TPR കുറയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും പരിഗണനയിലുണ്ട്.
18 വയസ്സ് മുതലുള്ളവർക്ക് വാക്സിനേഷനായി രജിസ്ട്രേഷൻ നേരത്തെ ആരംഭിച്ചിരുന്നെങ്കിലും രോഗബാധിതർക്കും മറ്റു മുൻഗണനയുള്ളവർക്കും മാത്രമായിരുന്നു കുത്തിവയ്പ് നൽകിയിരുന്നത്. എന്നാൽ ഇനി മുൻഗണനാ വ്യത്യാസമില്ലാതെ തന്നെ വാക്സിൻ ലഭിക്കും. 18 മുതലുള്ള എല്ലാവർക്കും ഒരു ബ്ലോക്കായി നിശ്ചയിച്ച് കുത്തിവയ്പ് നൽകാൻ ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. കേന്ദ്രത്തിന്റെ പുതിയ വാക്സിൻ നയത്തിലെ തീരുമാനപ്രകാരമാണ് മാർഗനിർദ്ദേശം പുതുക്കിയത്. എന്നാൽ 18നും 45നും ഇടയിലുള്ളവരിൽ രോഗബാധിതർ, വിദേശത്ത് പോകുന്നവർ, പൊതുസമ്പർക്കം കൂടിയ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിഗണന തുടർന്ന് ലഭിക്കും. ഇവർ സംസ്ഥാന സർക്കാരിന്റെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. മറ്റുള്ളവർ കോവിൻ പോർട്ടലിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ക്രമീകരണം നടത്തും. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയാത്തതിനാൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചേക്കും. TPR 15ന് മുകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയിരിക്കും. സംസ്ഥാനത്തെ ആകെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ വന്നാൽ മാത്രമാകും പൂർണ്ണമായും ഇളവുകൾ നൽകുക. നാളെയാണ് അവലോകന യോഗം. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ കോവിഡ് വാക്സിനേഷൻ ചലഞ്ച് നടത്തി. ചാലക്കുടി മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുമായി 2000-ഓളം പേർക്ക് വാക്സിൻ വിതരണം ചെയ്തു. ഒപ്പമുണ്ട് MP എന്ന പദ്ധതി പ്രകാരമായിരുന്നു വാക്സിൻ ചലഞ്ച്. മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകളും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുമായിരുന്നു ക്യാമ്പിൽ മുൻഗണന. അങ്കമാലി കറുകുറ്റിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയായിരുന്നു ക്യാമ്പ് നടത്തിയത്. അർഹരായവരെ നേരത്തെ തന്നെ കണ്ടെത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നു. ക്യാമ്പ് തുടക്കം മാത്രമാണെന്നും മണ്ഡലത്തിലെ കോവിഡ് പ്രതിരോധ പദ്ധതികൾക്കൊപ്പം വാക്സിനേഷനും തുടരുമെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. നിയോജകമണ്ഡലത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നേരത്തെ രജിസ്ട്രേഷൻ നടത്തി അവരെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഇവിടെ എത്തിച്ച് അവരെ വാക്സിനേഷൻ നടത്തി തിരിച്ചവരുടെ വീടുകളിൽ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. MP എന്ന നിലയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾക്കൊപ്പം അപ്പോളോ ആശുപത്രി, അഡ്ലക്സ്, ഫെഡറൽ ബാങ്ക്, മണപ്പുറം ഫിനാൻസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. MLA-മാരായ റോജി M. ജോൺ, അൻവർ സാദത്ത് തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കോട്ടൂർ ആനത്താവളത്തിൽ കുട്ടിയാന ചരിഞ്ഞു. 1.5 വയസ്സുള്ള ശ്രീകുട്ടിയാണ് ചരിഞ്ഞത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശ്രീകുട്ടിയുടെ 1ാം പിറന്നാൾ ആഘോഷിച്ചത് വലിയ വാർത്തയായിരുന്നു. ആര്യങ്കാവ് അമ്പനാട് എസ്റ്റേറ്റിൽ പാറയിടുക്കിൽ വീണ നിലയിലാണ് ഈ ആനക്കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് കോട്ടൂരിൽ എത്തിക്കുകയായിരുന്നു. നടക്കാൻ പ്രയാസമുണ്ടായിരുന്നെങ്കിലും പിന്നീട് സുഖപ്പെട്ട ശ്രീകുട്ടിക്ക് ഇന്നലെ വൈകിട്ടോടെ പനി ബാധിച്ചു. ഇന്ന് പുലർച്ചെയാണ് ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ.